ഹലോ ഗായ്സ്, ഇത് നമ്മൾ കളർ കഥയുടെ സേവ് ദ ഡേറ്റ് വർക്കിന്റെ ഷൂട്ട് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ ലൊക്കേഷനുള്ളിലെ കാഴ്ചകൾ കാണാൻ വരൂ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ ലൊക്കേഷനിൽ ഇപ്പോൾ ഫൈറ്റ് സീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകിട്ട് 6:30 ആയിരിക്കുകയാണ്. നമ്മളിന്ന് മോർണിംഗ് തുടങ്ങിയ ഷൂട്ടാണ്. ഫൈറ്റ് സീൻ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഫുൾ സപ്പോർട്ടീവ് ടീംസാണ്. Ready, 3, 2, 1, action! ഇവിടെ അതിന്മേൽ പൊടിയാണ്. ഈ പൊടി കഴിച്ചാൽ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാസ്ക്. എനിക്കെല്ലാം മാസ്ക് അതെ, എനിക്ക് മുഖം കാണിക്കുന്ന ഒരു മടിയില്ല. പക്ഷെ മാസ്ക് കൊണ്ട് എനിക്ക് അലർജി പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ്. വേറെ ഒന്നും തോന്നരുത്. പിന്നെ മുഖത്തിലല്ലല്ലോ കാര്യം, നമ്മൾ പറയുന്നതിലല്ലേ കാര്യം. അതുകൊണ്ട് എന്താണ് പറയാനുള്ളത് നമ്മളെ കൂടെ എക്സ്പീരിയൻസ് ചെയ്തപ്പോ? വളരെ അടിപൊളിയാണ്. കാരണം ആദ്യത്തെ വീഡിയോ നോട്ടി ഉണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വേറെ കാര്യം. അടിപൊളിയായിരുന്നു. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് നമുക്ക്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ മെയിൻ പില്ലർ, തൂണ് തന്നെ പറയാം. അതിനുള്ള നമ്മുടെ വില്ലൻ സുഗുവിന്റെ അടുത്താണ് വന്നത്. സുഗു, ഇതിനെപ്പറ്റി അഭിപ്രായം? നല്ല അഭിപ്രായം. കളർക്കഥ സൂപ്പറാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, കുറെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ വീഡിയോസ്. അതുപോലെ തന്നെ എല്ലാവരും കഴിവേറിയവൻ അല്ലേ? ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടിട്ട് അത് കാണാവുന്ന ഒരു കുഞ്ഞ് ഫാൻസുകളാണ്. നമുക്ക് അവരോട് ഒരു അഭിപ്രായം ചോദിക്കാം. വാടാ മെസ്സി, ആടാ എന്തെങ്കിലും പറഞ്ഞിട്ടോ. സുഖു, ഈ ഒരു വീഡിയോ കഴിയുന്നതോടെ പുള്ളിയുടെ സ്റ്റാർഡം വാല്യൂ തന്നെ അങ്ങ് മാറാൻ പോവാണ്. ഇഞ്ചുറി പറ്റിയെന്നാണ് പുള്ളി പറയുന്നത്. ഭാവിയിൽ വലിയ സ്ക്രീനുകളിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതാണ് നമ്മുടെ ഗ്രൂമിനെ കാണിച്ചത്. ഈ കുരിശായിരുന്നോ? കളർ കഥയായിട്ടുള്ള 8-4 ഇപ്പോഴും നമ്മുടെ ടീം വളരെ ഓണായിട്ട് നിൽക്കുകയാണ്. ഡയറക്ഷൻ ഫുള്ള് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന നമ്മുടെ ഇർഫാനാണ്. ഇപ്പോഴും ആ ഒരു എനർജി, രാവിലെ കണ്ട അതേ എനർജിയിലാണ് നമ്മുടെ ഇർഫാൻ നിൽക്കുന്നത്. ഞാനത് കോരി തെറിച്ചു പോയി. ഗൈഡിനോട് പോകാം. രാവിലെ തൊട്ടേക്കാണ് ഒരു വർക്ക്. ഇതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എന്താ എന്റെ ഉദ്ദേശം? ജെന്യുവനായിട്ടൊരു അടിപൊളിയായിരുന്നു. ഇത്രേ പറയുന്നുള്ളൂ. റൈഡിന് രാവിലെ തൊട്ടുള്ള ക്ഷീണം കാണും. ഗ്രൂമിന്റെ അടുത്ത് എങ്ങനെയാണ് നമ്മളായിട്ടുള്ള ഷെയർ ചെയ്യണം? ഇവിടുത്തെ മെയിൻ കളർ കഥയിലെ മെയിൻ ഇതോടെ തീർന്നാണ്. പക്ഷെ വീണ്ടും ഇത് കഴിയുമ്പോ അടുത്ത വീഡിയോയിൽ എന്നെ മെയിൻ ആക്കുമെന്ന് ചോദിച്ച് പുള്ളി വരികയും ചെയ്യും. ഞാൻ ആരാണെന്ന് ഈ നാട്ടുകാർ മുമ്പിൽ തെളിയിക്കും. ക്യാമറ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും 10 ഷോ ഇറക്കുന്നത് ഇഷ്ടം. ഏത് സമയത്ത് അങ്ങനെ തോന്നി ദീശ? സുഖുവിന്റെ മുണ്ട് വരച്ചുള്ള ഒരു അടി കാണുമെന്ന് വിചാരിക്കും. ഇബിനു അല്ലെങ്കിൽ ഇല്ല, ഇബിനുവിനെ ആവശ്യമില്ലാത്ത വീഡിയോയിലാണ് എല്ലാവരും നായകനാക്കുന്നത്. ശരി, അല്ലെങ്കിൽ ഒരു നായകനാവുള്ള എന്തോ ഒരു കുറവ് നിനക്കുണ്ട് അല്ലേ? ടീമിന്റെ എനർജി ഇപ്പോഴും ഉണ്ട്. ഇതാണ് നമ്മുടെ എനർജി ടീംസ്. മുഖത്തോട്ട് അടിക്കേണ്ടെന്ന് പറഞ്ഞാണ് മുഖത്തോട്ട് അടിക്കാത്തത്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും അതും അടിക്കണം, മറക്കല്ല. ബെല്ലൈക്കണൊക്കെ അടിക്കും.